ഒരുപാട് ആളുകൾ, ഒരുപാട് സ്വാമിമാർ പോലും അർത്ഥങ്ങൾ പറയുന്ന കാലമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് മുഹീദ് ഷെയ്ഖ് തങ്ങൾ പിന്നീട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഏതാണ് ത്വരീഖത്ത്, ഏത് റൂട്ടാണ് പിടിക്കേണ്ടത്, ആരെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഖുർആനിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ റസൂലിനെയും പിൻപറ്റുക. പിന്നെ ഇതുപോരാ, അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്നറിയണമെങ്കിൽ നിങ്ങളെന്താക്കണം? പണ്ഡിതന്മാരെയും പിൻപറ്റണം. ഈ പണ്ഡിതന്മാരാരാണ്? ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മുടെ മുമ്പിലുള്ള പണ്ഡിതന്മാർ സമസ്തയുടെ 2 സമസ്ത, AP സമസ്തയും EK സമസ്തയുമാണ്. ഈ 40 മുഷാവറ അംഗമുള്ള ആളുകൾ തീരുമാനിച്ച് നമ്മോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർക്കണം. അതിൻ്റെ തെളിവെന്താ? ഖുർആനാണ്. ഖുർആനിലാണ് പറഞ്ഞത് നിങ്ങൾ പണ്ഡിതന്മാരെ നിങ്ങൾ പിൻപറ്റണമെന്നാണ്. ഈ പണ്ഡിതന്മാരെ പിൻപറ്റാത്ത ഏകമായി ഒരാളെ മാത്രം, ഒരു ഷെയ്ഖ് അയാൾ ശരിയല്ല, അയാളുടെ ഭാഗം ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് ഒരു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാർ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. ചിലപ്പോൾ ഹദീസിൽ വാരിദായ ഓരോ നിസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും നമുക്കുണ്ടല്ലോ. അതിന് പുറമെ ആ ദിക്ർ അല്ലാതെ പുതുതായി ഒരു ഷെയ്ഖ് നിർദ്ദേശിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെതിരാണ്. മുത്തനബി തങ്ങൾ നമ്മോട് എങ്ങനെയാണ് നിസ്കരിക്കാൻ പറഞ്ഞത് അതുപോലെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും ഔറാദുകളും അതൊക്കെ എന്താണോ മുത്തനബി പഠിപ്പിച്ചത് അതുപോലെ അല്ലാതെ അതിൽ കൂട്ടിച്ചേർക്കലോ കുറക്കലോ എന്ന് വന്നാൽ അത് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് പോലും, ഏറ്റവും വലിയ ഷെയ്ഖാണല്ലോ മുത്തനബി തങ്ങൾ പോലും കൽപ്പിക്കാത്ത പുതുതായി കൊണ്ടുവരുന്ന എല്ലാവും നമ്മൾ തള്ളേണ്ടതാണ്. എന്താ? നിസ്കാരത്തിൻ്റെ ഏത് രീതിയിലാണ് നിസ്കരിക്കേണ്ടത് അതേ രൂപത്തിൽ നിസ്കരിക്കണം. അതിന് പുറമെ പുതുതായിട്ട് സലാത്തും പുതുതായിട്ട് ദിക്റുകളൊക്കെ കൊണ്ടുവന്നാൽ അത് ഏത് ഷെയ്ഖ് പറഞ്ഞാലും ആ ഷെയ്ഖിനെ പിൻപറ്റാൻ പാടില്ല. ഞങ്ങൾ പണ്ഡിതന്മാരെയാണ് പിൻപറ്റേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് നല്ല നിലക്ക് പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതുമാത്രമല്ല, ഈ വ്യാജ തരീഖത്തുകാർ, കള്ള തരീഖത്തുകാർ പണ്ഡിതന്മാരെ എന്നും എതിർക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ ചില വാക്കുകൾ മാത്രം കാണിച്ചുകൊണ്ട്